വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഈശോയുടെ സമരിയായിലെ ദൗത്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ കണ്ടത്. ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സംഭാഷണത്തിന്റെ ഓരോ തലങ്ങൾ കഴിയും തോറും ഈ സമരിയാക്കാരി സ്ത്രീക്ക് ഈശോയോടുള്ള സമീപനത്തിൽ വരുന്ന മാറ്റം, യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ആഴം അവളിൽ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പൊ ആദ്യമായിട്ട് സമരിയാക്കാരി സ്ത്രീ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് യഹൂദൻ എന്നാണ്. ആ ഒരു വിളിയില് യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള ശത്രുത, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവളുടെ അപരിചിതത്വം, നീരസം ഒക്കെയാണ് ആ ഒരു അഭിസംബോധനയിൽ പ്രകടമായിരുന്നത്. എന്നാൽ സംഭാഷണത്തിന്റെ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ യേശുവിനെ ബഹുമാനത്തോടു കൂടി പ്രഭോ, ലോർഡ്, മാസ്റ്റർ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കുറച്ചുകൂടി സംഭാഷണം മുന്നോട്ട് പോയപ്പോൾ അവളുടെ ആത്മീയ പിതാവായ യാക്കോബിനേക്കാൾ വലിയവൻ എന്ന് ഈശോയെ അവള് സ്തുതിച്ചു പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയും തോറും യേശുവിനോടുള്ള അവളുടെ സമീപനത്തിൽ മാറ്റം സംഭവിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ആഴം അവളിൽ വർദ്ധിക്കുന്നു. ഇനി യേശുവും സമറിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ മെയിൻ തീം എന്ന് വെച്ചാല് ജീവജലം പാനം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈശോ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഈശോ ശ്രമിച്ചത്. അപ്പൊ ജീവജലം നമ്മൾ കണ്ടു, സോ എന്നുള്ള ഗ്രീക്ക് വേർഡ്, അതിനെ രണ്ട് മീനിങ് ഉണ്ട്, ഡ്യുവൽ മീനിങ്. അതായത് ഒന്ന് ഫ്ലോയിങ് എന്നുള്ള മീനിങ്, ഇനി ഒന്ന് ലിവിങ് എന്നുള്ള മീനിങ്. സമറിയാക്കാരി സ്ത്രീ ആദ്യം മനസ്സിലാക്കിയത് ഫ്ലോയിങ് എന്നുള്ള മീനിങ്ങിലാണ്. അതായത് അവൾ കളക്ട് ചെയ്യാൻ വന്നിരുന്നത് സ്റ്റേഗ്നന്റ് വെൽ വാട്ടർ ആണ്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള സോഴ്സ് ഫ്ലോയിങ് വാട്ടർ. ആ ഒരു രീതിയിലാണ് അവൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. എന്നാൽ 15-ാം വാക്യത്തിൽ എത്തുമ്പോഴും നമ്മൾ കണ്ടു ജീവജലത്തിന്റെ ശരിയായ മീനിങ്, ലിവിങ് എന്നുള്ള മീനിങ് അവൾ മനസ്സിലാക്കണത് നിത്യജീവനിലേക്ക് നയിക്കുന്നത്. ലിവിങ് വാട്ടർ ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്, അതവൾ മനസ്സിലാക്കി. ഇതൊക്കെയാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതുപോലെ ഈശോ തന്റെ പരസ്യ ജീവിത കാലത്ത് മാമോദീസ നൽകിയിരുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. ശിഷ്യന്മാരാണ് മാമോദീസ നൽകിയിരുന്നത്. അത് അനുതാപത്തിന്റെ മാമോദീസയായിരുന്നു. അത് അനുദപിച്ച് യേശുവിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള മാമോദീസയാണ് ശിഷ്യന്മാർ നൽകിക്കൊണ്ടിരുന്നത്. യേശുവിന്റെ മാമോദീസ നൽകാനായിട്ട് കഴിയുമായിരുന്നില്ല. യേശു നൽകുന്ന മാമോദീസ എന്ന് പറയുന്നത് ആത്മാവിലും ജലത്താലുമുള്ള വീണ്ടും ജനനമാണ്. അത് യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം മാത്രമേ സാധ്യമാവുകയുള്ളൂ. കാരണം പുനരുത്ഥാനത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം. അതുപോലെ സമറിയാക്കാരും യഹൂദരും തമ്മിലുള്ള ശത്രുത, സമറിയാക്കാരുടെ ഉത്ഭവം, ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി യേശുവും ശിഷ്യന്മാരും കൂടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സിക്കാർ എന്ന പട്ടണത്തിലാണ്. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിലാണ്. അവിടെ യാക്കോബിന്റെ കിണറ്റിൻകരയിലാണ് ഈശോ വന്നിരിക്കുന്നത്. ഈ സിക്കാർ എന്ന പട്ടണം എന്നത് പുരാതന നഗരമായ ഷെക്കേം ആണെന്നുള്ള അതിന്റെ വാദഗതികളൊക്കെ നമ്മൾ കണ്ടു. ഈ ഷെക്കേം എന്ന പുരാതന നഗരത്തിന് പഴയ നിയമത്തിലെ രക്ഷാകര സംഭവങ്ങളുമായിട്ട് എത്രത്തോളം അത് കണക്റ്റഡ് ആണ്, അതിന്റെ പ്രാധാന്യം പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി യേശുവിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവീക മണവാളൻ എന്ന രൂപത്തിലാണ്. ദൈവീക മണവാളനായ യേശു തന്റെ ഉടമ്പടി വധുവായ ഇസ്രായേലിനെ തേടി കിണറ്റിൻകരയിൽ വന്നിരിക്കുകയാണ്. അവളെ വീണ്ടും വിവാഹ ഉടമ്പടിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട്. ഹി ഹാസ് കം ടു സേവ് ദാറ്റ് വിച്ച് വാസ് ലോസ്റ്റ്. നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരുവാനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഇനി സമയത്തിന്റെ പ്രാധാന്യം, ഈശോ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 6th അവറിലാണ്. അപ്പൊ അതൊരു ജൂയിഷ് ടൈമാണോ റോമൻ ടൈമാണോ യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ വിവിധങ്ങളായ വാദഗതികൾ നമ്മൾ കണ്ടു. ഇപ്പൊ ജൂയിഷ് ടൈം ആണെങ്കിൽ നട്ടുച്ച 12 മണി നേരമാണ്. റോമൻ ടൈം ആണെങ്കിൽ അത് ഈവനിങ് 6 o'clock ആകാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സമറിയാക്കാർ എന്ന് പറയുന്നത് വിജാതിയിൽ തന്നെ ഏറ്റവും മോശപ്പെട്ടവരാണ്. പിന്നെ സമറിയാക്കാരുമായിട്ട് യാതൊരു വിധ സമ്പർക്കത്തിലും അവർ ഏർപ്പെട്ടിരുന്നില്ല. ഭക്ഷണപാനീയങ്ങൾ പങ്കുവെച്ചിരുന്നില്ല. അങ്ങനെയായിരുന്നു അപ്പോഴത്തെ യഹൂദ കസ്റ്റം എന്ന് പറയുന്നത്. മതാചാരപരമായിട്ട് റിച്വലി പൊല്യൂട്ട് ആവുമായിരുന്നു അവര്.
ഇനി കിണറ്റിൻകരയിലെ കണ്ടുമുട്ടലുകൾ, പഴയ നിയമത്തിലെ കിണറ്റിൻകരയിലെ കണ്ടുമുട്ടലുകളെല്ലാം വിവാഹ ബന്ധത്തിൽ കലാശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പൊ ഇവിടെയും യേശു, ദൈവിക മണവാളനായ യേശു തന്റെ ഉടമ്പടി വധുവിനെ തേടി കിണറ്റിൻകരയില് വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഈശോ സമരിയാക്കാരി സ്ത്രീക്ക് കൊടുക്കുന്ന രണ്ട് മെയിൻ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് അവൾ യേശുവിനെ മനസ്സിലാക്കണം, യേശു ആരെന്ന് മനസ്സിലാക്കണം. രണ്ട്, ജീവജലം അവൾ യേശുവിനോട് ചോദിക്കണം. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചാലഞ്ചസിൽ അവൾ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മാമോദീസയുടെ ആവശ്യകത, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാപ്റ്റിസംസ്, പ്രീഫിഗറേഷൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്, ഈ കാര്യങ്ങളൊക്കെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ പഠനങ്ങളായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്തത്. ഇനി 16-ാമത്തെ വചനം തൊട്ട് നമുക്ക് നോക്കാം. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അപ്പൊ ഇവിടെ ഭർത്താവ് എന്ന പരാമർശം യഹൂദന്മാരുടെ പാരമ്പര്യത്തില് മാക്സിമം 3 വിവാഹങ്ങൾ മാത്രമാണ് അവർക്ക് അനുവദനീയമായിരുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഈ സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് യഹൂദന്മാരുടെ പാരമ്പര്യ പ്രകാരം ഈ സ്ത്രീ ഒരു അസന്മാർഗിക ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സമരിയാക്കാരുടെ ഫസ്റ്റ് സെഞ്ചുറിയിലെ പ്രാക്ടീസസിനെ പറ്റി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഇനി ഇൻ ബിബ്ലിക്കൽ ടൈംസ് a legal wife with a covenantal union with a man called her husband Lord, which is in Hebrew is the word add-on. അതായത് ഒരു ലീഗൽ വൈഫിനെ അവളുടെ ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് അവൾ യൂസ് ചെയ്തിരുന്നത് അഭിസംബോധന ആഡ് ഓൺ എന്നുള്ള ഹീബ്രു പദമാണ്. അതൊരു ലീഗൽ വൈഫിന്റെ അവകാശമായിരുന്നു. എന്നാൽ ഒരു കോൺക്യുബൈനെ സംബന്ധിച്ചിടത്തോളം അവളെ പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പൊ അവൾക്ക് ഭർത്താവിനെ വിളിക്കാനായിട്ട് അവൾ യൂസ് ചെയ്തിരുന്നത് ബാൽ എന്നുള്ള വേർഡാണ്. ലോർഡ് മാസ്റ്റർ എന്നാണ് അതിന്റെ മീനിങ്. അപ്പോ ആഡ് ഓൺ എന്നുള്ള വേർഡ് ഒരു ലീഗൽ വൈഫിന് മാത്രം അവകാശപ്പെട്ടതാണ് ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, സാറാക്ക് അബ്രാമിനെ ആഡ് ഓൺ എന്ന് സംബോധന ചെയ്യാം. എന്നാൽ ഹാഗാർ ദാസിയാണ്. ഹാഗാറിന് അബ്രാമിനെ ബാൽ എന്ന് മാത്രമേ വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാൽ എന്നുള്ള വേർഡിന് ഡ്യുവൽ മീനിങ് ആണുള്ളത്. ഒന്ന് ലോർഡ് ഓർ മാസ്റ്റർ, ഇനി ഒന്ന് ഗോഡ്, പേഗൻ ഗോഡ്സിനെ വിളിക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ബാൽ എന്ന്. ഇപ്പൊ ഓരോ സ്ഥലത്തെയും ബാലിനെ ആ സ്ഥലപ്പേരുമായിട്ട് ചേർത്താണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ യേശു ഉടമ്പടി ഭർത്താവാണ്, ബ്രൈഡ് ഗ്രൂം ടു ദ കവനന്റ് ബ്രൈഡ്. യേശു ആഡ് ഓൺ എന്നുള്ള ആ പദത്തിന് അർഹനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്, ഉടമ്പടി ഭർത്താവ്. ഇനി 5 ഭർത്താക്കന്മാരുണ്ടെന്നുള്ള പരാമർശം, അത് സമരിയാക്കാരുടെ ചരിത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ സമരിയാക്കാരുടെ ചരിത്രം കണ്ടു. അസറിയക്കാരെ തോൽപ്പിച്ചപ്പോൾ വിദേശികളെ ഇവിടെ കൊണ്ടുവന്ന് ഫോഴ്സ്ഫുള്ളി പുനരധിവസിപ്പിച്ചു. അപ്പൊ അവര് വന്നപ്പോ അവരുടെ വിജാതീയ ദേവന്മാരെയും കൊണ്ടുവന്നു. അപ്പൊ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ സമറിയാക്കാര് തുടർന്നു കൊണ്ടുപോന്നു. 5 ഫോൾസ് ഗോഡ്സിനെയാണ് അവർ കൊണ്ടുവന്നത്. ഈ 5 ഫോൾസ് ഗോഡ്സിനെയാണ് ഈ 5 ഹസ്ബൻഡ്സ് എന്ന് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ വിജാതീയ ദേവന്മാരെ ആരാധിച്ചിരുന്നത് കൊണ്ട്, അവരെ സേവിച്ചിരുന്നത് കൊണ്ട് അത് ഉടമ്പടി ഭർത്താവായ യഹോവയോടുള്ള വിശ്വാസ വഞ്ചനയാണെന്ന് പ്രവാചകന്മാർ പലതവണ വരെ താക്കീത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവം അവരോട് കരുണ കാണിക്കുമെന്നും വീണ്ടും ഒരു പുതിയ ഉടമ്പടി അവരുമായിട്ട് ഉണ്ടാക്കുമെന്നും ഉടമ്പടി ഭർത്താവായിട്ട് ദൈവം വരുമെന്നുമുള്ള ഒരു പ്രത്യാശ അവർ കാത്തു സൂക്ഷിച്ചു. ഇനി
ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്നുള്ള വചനം. ഇവിടെ വിജാതീയ ദേവന്മാരോട് കൂടെ അവർ യാഹ്വേയും ആരാധിച്ചിരുന്നു. യാഹ്വേ വർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു യഥാർത്ഥമായ ഒരു ആരാധനയായിരുന്നില്ല. കാരണം മറ്റു ബാൽദേവന്മാരുടെ കൂടെ തന്നെയാണ് ഇവര് യാഹ്വേയും വർഷിപ്പ് ചെയ്തിരുന്നത്. അതുകൂടാതെ ആരാധന നടന്നിരുന്നത് മൗണ്ട് ഗെരീസിമിലാണ്, ജെറുസലേമിലല്ല. ഇതൊക്കെ സീനായി ഉടമ്പടിയുടെ പരസ്യമായ ലംഘനമായിരുന്നു. അതുകൊണ്ട് അവരുടെ ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥമായ ആരാധനയായിരുന്നില്ല. അവരുടെ കവനന്റ് ലെജിറ്റിമേറ്റ് ആയിരുന്നില്ല. ഇനി ഇതിന് വേറൊരു മീനിങ് ഉള്ളത്, ഹു ഈസ് വിത്ത് യു നൗ, അതായത് ജീസസ് ഈസ് ലിറ്ററലി വിത്ത് ഹെർ നൗ, ബട്ട് ഹീസ് നോട്ട് ദെയർ ഓൺ. ഈശോ ഫിസിക്കലി ഇപ്പൊ അവളുടെ കൂടെയുണ്ട്. ഈശോ ദൈവമാണ്, പക്ഷെ അവരുടെ ദൈവമല്ല. ഹീസ് ഗോഡ് ബട്ട് ഹീസ് നോട്ട് ദെയർ ഗോഡ്. അതാണ് ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്നുള്ളതിന്റെ ആ ഒരു പരാമർശം. ഇനി സമരിയാക്കാർക്ക് യാഹ്വേയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഹോസിയ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളില് ഇത് കാണാം. When that day comes, declares Yahweh, you will call me my husband. No more will you call me my Baal. I shall banish the names of the Baals from her lips, and their name will be mentioned no more. അതായത് അന്നാളിൽ നീ എന്നെ ബാൽ എന്നല്ല ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയില്ല. അപ്പൊ ഈ ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യേശുവും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ഈ കണ്ടുമുട്ടൽ. ഇനി 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങള്. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ അവള് യേശുവിനെ വിളിക്കുന്നത് പ്രവാചകൻ എന്നാണ്. അപ്പൊ ഒരു തലം കൂടി അവള് യേശുവിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോയി. സമരിയാക്കാരെ കുറിച്ച് നമുക്കറിയാം, അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് അപൂർണമായിരുന്നു. പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമേ അവര് ഫോളോ ചെയ്തിരുന്നുള്ളൂ. അവർക്ക് മോശ മാത്രമാണ് ഒരേ ഒരു പ്രവാചകൻ. മറ്റുള്ള പ്രവാചക ഗ്രന്ഥങ്ങളൊന്നും അവര് ഫോളോ ചെയ്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് മോശ മാത്രമാണ് അവരുടെ ഒരേ ഒരു പ്രവാചകൻ. പിന്നെ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ നിയമാവർത്തനം 18-ാം അധ്യായം 17-ാം വാക്യം, ഫ്രം എമംഗ് their ഓൺ ബ്രദേഴ്സ് ഐ ഷാൽ റേസ് അപ്പ് എ പ്രോഫറ്റ് ലൈക്ക് യുവർ സെൽഫ്. മോശയെ പോലെ ഒരു പ്രവാചകൻ വീണ്ടും വരും. അപ്പൊ മിശിഹ വരുന്നത് ഒരു പ്രവാചകന്റെ രൂപത്തിലാണെന്നാണ് സമരിയാക്കാരുടെ ധാരണ. സമരിയാക്കാർ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ പ്രകാരം മിശിഹ ഒരു പ്രവാചകനെ പോലെ, മോശയെ പോലുള്ള ഒരു പ്രവാചകനായിട്ടാണ് വരുന്നത്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് വരാനിരിക്കുന്ന മിശിഹായെ പറ്റി പൂർണ്ണമായ ധാരണയുണ്ട്. കൂടുതൽ ആഴത്തിലുള്ള ബോധ്യങ്ങളുണ്ട്. അതായത് യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്നാണ് മിശിഹ വരിക. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് എന്നീ നിലകളിലാണ് അവൻ വരിക എന്നുള്ള ബോധ്യങ്ങളെല്ലാം യഹൂദർക്കുണ്ട്. എന്നാൽ സമരിയാക്കാരുടെ അറിവ് അപൂർണമായിരുന്നു. അപ്പോ ഈശോയെ വരാനിരിക്കുന്ന മിശിഹായാണെന്നവൾ ഒരളവ് വരെ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അവളത് ഏറ്റു പറയുന്നു, നീ ഒരു പ്രവാചകനാണെന്ന്. അപ്പോ ഈ വരാനിരിക്കുന്ന മിശിഹായാണ് ഈശോ എന്നുള്ള ധാരണയില് അവൾ ഈശോയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആരാധനയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതാണ് അടുത്ത വചനത്തില്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, അതായത് മൗണ്ട് ഗെരീസിമില്. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അതായത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധന നടത്തുന്നത് ജെറുസലേമിലും, സമരിയാക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മൗണ്ട് ഗെരീസിമിലാണ്. അപ്പൊ സമരിയാക്കാർക്ക് തെറ്റു പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. She mentions the difference between Samaritans and the Jews as to the center of worship of Yahweh. ആ സെന്റർ ഓഫ് വർഷിപ്പിനെ പറ്റിയിട്ടാണ് അവള് സംശയം ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇതുവരെയ്ക്കുള്ള അവരുടെ സംഭാഷണം ഭർത്താക്കന്മാരെ കുറിച്ചുള്ളതായിരുന്നു. എന്നാൽ അതിൽ നിന്നും യഥാർത്ഥമായ ദൈവാരാധനയെ കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ് അവരുടെ സംഭാഷണം. ഒരു മെറ്റീരിയൽ ലെവലിൽ നിന്നും ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് അവരുടെ സംഭാഷണം മാറുകയാണ്. ഇവിടെ സെന്റർ ഓഫ് വർഷിപ്പിനെ കുറിച്ചിട്ടാണ് അവള് സംശയം ചോദിക്കുന്നത്. അപ്പൊ ഈശോ അതിന് വ്യക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. അവര് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള നിയമാവർത്തന പുസ്തകത്തില് 12-ാം അധ്യായത്തില് ദൈവജനത്തിന് ആരാധിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടാകാവൂ എന്ന് വളരെ ക്ലിയർ ആയിട്ട് ആ 12-ാം അധ്യായത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. ഈശോ ഇവിടെ പറയുന്നുണ്ട്, സാൽവേഷൻ ഈസ് ഫ്രം ജ്യൂസ്, രക്ഷ യഹൂദരിൽ നിന്ന് തന്നെയാണ്. അത് ഈശോ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ യഹൂദൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദാവീദിന്റെ പുത്രനായ യേശുവിനെ തന്നെയാണ്. ഇനി പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ സെന്റർ ആൻഡ് വൺ ഹൈറാർക്കി ഓഫ് അതോറിറ്റി, അതായത് സെന്റർ ഓഫ് വർഷിപ്പ് പഴയ നിയമത്തില് ജെറുസലേമിലാണ്. അവിടെ ചെയർ ഓഫ് മോസസ്, അതിൽ ഉപവിഷ്ടനായിരിക്കുന്നത് പ്രധാന പുരോഹിതൻ, ചീഫ് പ്രീസ്റ്റ് ആണ്. ഈ ചീഫ് പ്രീസ്റ്റ് ആണ് ദൈവത്തിനും ദൈവജനത്തിനും ഇടയിലുള്ള മീഡിയേറ്റർ. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം ദ സെന്റർ ഓഫ് വർഷിപ്പ് റോമിലാണ്. അവിടെ ചെയർ ഓഫ് മോസസ് പോലെ ഇവിടെ ചെയർ ഓഫ് സെയിന്റ് പീറ്റർ, അതിൽ ഉപവിഷ്ടനായിരിക്കുന്ന നമ്മുടെ മാർപ്പാപ്പയാണ് ദൈവത്തിനും സഭയ്ക്കും ഇടയിലുള്ള മീഡിയേറ്റർ. അപ്പോ ക്രിസ്ത്യൻ ചർച്ചിൽ മാത്രമാണ് നമുക്ക് ഈ സെൻട്രൽ അതോറിറ്റി ആൻഡ് ഹൈറാർക്കി ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഇവിടെ അവരുടെ സംഭാഷണം ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ സ്ത്രീ യേശുവിന്റെ ആ വെളിച്ചത്തിലേക്ക് പതിയെ പ്രവേശിക്കുകയാണെന്ന്. ഇനി in the new covenant, Jesus explains true worship can come only from men and women who are begotten by the spirit of truth. പുതിയ നിയമത്തിലെ യഥാർത്ഥമായ ആരാധന സാധ്യമാകുക ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടത്തുമ്പോഴാണ്. അതായത് ആത്മാവിനാലും ജലത്താലും നമ്മൾ വീണ്ടും ജനിക്കുന്നത് മാമോദീസായിലൂടെ. ആ വീണ്ടും ജനനത്തിലൂടെയാണ് നമുക്ക് ഈ യഥാർത്ഥമായ ആരാധന സാധ്യമാകുന്നത്. ആത്മാവിലും സത്യത്തിലുമുള്ള യഥാർത്ഥമായ ആരാധന നമുക്ക് സാധ്യമാകണത്. ഇതൊക്കെയാണ് ഈ വചനങ്ങളിൽ പറയുന്നത്. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഈ മലയിലോ എന്ന് പറയുന്നത് മൗണ്ട് ഗെരീസിമില്. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിന് ശേഷം, യേശുവിന്റെ കുരിശുമരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം ആരാധനയുടെ തലം തന്നെ മാറുകയാണ്. ഈ പഴയ ആരാധനകളെല്ലാം വാലിഡ് അല്ലാതായി പോവുകയാണ്. യേശുവാണ് ആരാധനയുടെ കേന്ദ്രബിന്ദു. അപ്പൊ അതിനെപ്പറ്റി യേശു ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. സമറിയാക്കാര് അവരുടെ അറിവ് അപൂർണമാണ്. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ഇപ്പൊ യഥാർത്ഥമായ ആരാധനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ദൈവം ആത്മാവാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണെന്ന് പറയുന്ന പോലെയാണ്. ഗോഡ് ഈസ് ലൈറ്റ്, ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്ന പോലെയാണ് ദൈവം ഗോഡ് ഈസ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗോഡ്സ് ഡീലിംഗ് വിത്ത് മെൻ. He gives the spirit which begets them in spiritual birth through baptism. നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ആത്മാവിനാലും ജലത്താലുമുള്ള ജനനം മാമോദീസായിലൂടെ. ഇപ്പൊ യഥാർത്ഥ ആരാധകര് പിതാവിനെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. സത്യം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ആത്മാവ്, പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിൽ പുത്രനിലൂടെ പിതാവിനെ ആരാധിക്കുക, അതാണ് യഥാർത്ഥമായ ആരാധന. പരിശുദ്ധാത്മാവിൽ പുത്രനിലൂടെ പിതാവിനെ ആരാധിക്കുക. ഇനി ഇവിടെ സമയം വരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് യേശുവിന്റെ സമയത്തെ പറ്റിയിട്ടാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദ അവർ ഈസ് കമ്മിങ്. ഹോറ എന്നുള്ള ഗ്രീക്ക് വേർഡാണ് യേശുവിന്റെ സമയത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
യേശുവിന്റെ സമയം എന്ന് പറയുന്നത് യേശുവിന്റെ ദ അവർ ഓഫ് ഹിസ് ഗ്ലോറിഫിക്കേഷൻ. എന്നാൽ ചില സ്കോളേഴ്സിന്റെ അഭിപ്രായ പ്രകാരം ദ ബിഗിനിങ് ഓഫ് ഹിസ് പബ്ലിക് മിനിസ്ട്രി ആൻഡ് ഹിസ് മാനിഫെസ്റ്റേഷൻ ആസ് ദ മെസ്സയ്യ. അതായത് പരസ്യ ജീവിതം ആരംഭിക്കുന്നതും മിശിഹായായിട്ട് വെളിപ്പെടുന്നതും അതാണ് യേശുവിന്റെ സമയമെന്ന് ചില സ്കോളേഴ്സ് പറയുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തില് യേശുവിന്റെ സമയമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് യേശുവിന്റെ പീഡാസഹന, കുരിശുമരണ, മഹത്വീകരണ ആ സമയമാണ്. അത് സ്റ്റാർട്ട് ചെയ്യണത് നമുക്കറിയാം യേശു ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. അപ്പോഴാണ് സമയമായിരിക്കുന്നു എന്ന് യേശു പറയുന്നത്. അപ്പൊ അതായത് പാം സൺഡേയില് അപ്പോഴാണ് ആ സമയം സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ നടക്കുന്നത് ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം, പുനരുത്ഥാനം എല്ലാമാണ്. അപ്പൊ അതാണ് യേശുവിന്റെ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An hour that man will not determine, but an hour that completely in God's control. ഇപ്പൊ ദൈവത്തിന്റെ കൺട്രോളിലുള്ള സമയം. നമുക്കറിയാം പിതാവ് നിശ്ചയിക്കപ്പെട്ട ഈ സമയം വരുന്നത് വരെ യേശുവിനെ പിടികൂടാനായിട്ട് ശത്രുക്കൾ ശ്രമിച്ചപ്പോഴെല്ലാം അവരുടെ പരിശ്രമങ്ങളെല്ലാം വിഫലമായത് നമുക്കറിയാം. അതിന് കാരണം അവന്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു. ഈ സമയം വരുന്നു, സമയം വന്നു കഴിഞ്ഞു എന്നുള്ള പരാമർശങ്ങൾ, യേശുവിന്റെ സമയം വരുന്നു, ഇനിയും വന്നിട്ടില്ല, വരാനിരിക്കുന്നു, അങ്ങനെയുള്ള പരാമർശങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് പല പ്രാവശ്യം ഏകദേശം 14 ടൈംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 14 എന്ന് പറയുന്നത് നമുക്കറിയാം ഡബിൾ പെർഫെക്ഷൻ ആണ്. 2 times 7 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെർഫെക്ഷൻ ആണ്. ഇപ്പൊ 14 എന്ന് പറയുന്നത് ഡബിൾ പെർഫെക്ഷൻ ആണ്. 14 ടൈംസ് ഈ ഒരു പരാമർശം, യേശുവിന്റെ സമയത്തെ കുറിച്ചുള്ള പരാമർശം യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യ ഭാഗങ്ങളിലൊക്കെ സമയമായിട്ടില്ല, മൈ അവർ ഹാസ് നോട്ട് കം യെറ്റ്, അല്ലെങ്കിൽ അവർ ഈസ് കമ്മിങ് എന്നുള്ള പരാമർശങ്ങളാണ്. എന്നാൽ അവസാന ഘട്ടത്തിലായപ്പോൾ അവർ ഹാസ് കം, സമയം വന്നു കഴിഞ്ഞു, സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ യേശുവിന്റെ സമയത്തിന് നമുക്ക് 2 ഡയമെൻഷൻസ് ഉള്ളതായിട്ട് കാണാം. ഒന്ന് ഹിസ്റ്റോറിക്കൽ അവർ, ഇനി ഒന്ന് ലിറ്റർജിക്കൽ അവർ. ഹിസ്റ്റോറിക്കൽ അവർ എന്ന് പറയുന്നത് ഈശോയുടെ പീഡാസഹന, കുരിശുമരണ, പുനരുത്ഥാനങ്ങൾ തന്നെയാണ്, ആ സമയമാണ്. നമുക്കറിയാം ആ സമയത്തിന് മുൻപ്, പിതാവ് നിശ്ചയിക്കപ്പെട്ട ആ സമയത്തിന് മുൻപ് യേശുവിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ യേശുവിനെ പിടികൂടാനായിട്ട് ശ്രമിച്ചവര്, അവരുടെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലായത് നമുക്ക് കാണാം. അതിന് കാരണം സമയം ഇനിയും വന്നിട്ടില്ലായിരുന്നു. ഹിസ് അവർ ഹാസ് നോട്ട് യെറ്റ് കം. ലിറ്റർജിക്കൽ അവർ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ ലിറ്റർജിക്കൽ ലൈഫ് ഓഫ് ഹിസ് ബ്രൈഡ് ചർച്ച്. The liturgical remembrance of these events as they are recreated in the life of his church. അതായത് സഭയുടെ ജീവിതത്തിലെ യേശുവിന്റെ ജീവിത സംഭവങ്ങളെല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് കുദാശകളിലൂടെ. അപ്പൊ അതാണ് ഈ ലിറ്റർജിക്കൽ അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി യേശുവിന്റെ സമയം എന്ന പരാമർശം യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ പല ഭാഗത്തും കാണാമെന്ന് പറഞ്ഞു. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇനി യോഹന്നാൻ അധ്യായം 2 വാക്യം 4. അപ്പൊ അത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് നമുക്കറിയാം അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധമ്മ യേശുവിനെ സമീപിച്ച് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പൊ യേശു മറുപടി പറഞ്ഞത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ്. അപ്പൊ യേശു അതുകൊണ്ട് ഉദ്ദേശിച്ചത് സമയമാകുമ്പോൾ ദ ബെസ്റ്റ് വൈൻ ഈശോ പ്രൊവൈഡ് ചെയ്യുമെന്നാണ്. അതായത് ദൈവരാജ്യത്തിന്റെ വിരുന്നില് ഈശോ പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് വൈൻ എന്ന് പറയുന്നത് ഈശോയുടെ സ്വന്തം രക്തമാണ്. ദിവ്യബലികളില് ഈശോ നമുക്ക് പ്രദാനം ചെയ്യുന്ന ബെസ്റ്റ് വൈൻ എന്ന് പറയുന്നത് ഈശോയുടെ സ്വന്തം രക്തമാണ്. അപ്പൊ ഈശോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈശോയുടെ കുരിശുമരണത്തിലൂടെ അവിടുത്തെ സ്വന്തം രക്തം തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ സമയമായിട്ടില്ലെന്നാണ് ഈശോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 12-ാം അധ്യായത്തില് യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഇനി അവിടെ പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അപ്പൊ ഇത് ഗോതമ്പ് മണിയായിട്ട് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് യേശുവിനെ തന്നെയാണ്. അതായത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലാതായിട്ടാണ് ഇതൊരു പുതിയ ചെടിയായിട്ട് വളരുന്നത്. അപ്പൊ അതുപോലെ യേശുവാകുന്ന ഗോതമ്പ് മണി പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് അടക്കം ചെയ്യപ്പെട്ട് നമുക്ക് വേണ്ടി സ്വയം ഇല്ലാതായി തീർന്നിട്ടാണ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത് പുതിയൊരു ജീവനിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, നമുക്ക് എല്ലാവർക്കും ഒരു പുതുജീവൻ പ്രദാനം ചെയ്തുകൊണ്ട്. അതാണ് ഈ വാചകത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹിസ് ചർച്ച് ഹു കണ്ടിന്യൂസ് ടു സോ ദ സീഡ്. അതായത് വചനമാകുന്ന വിത്ത് ഇപ്പോൾ വിതയ്ക്കുന്നത്
സഭയാണ്. ആൻഡ് റീപ് ദ ഹാർവെസ്റ്റ് ഓഫ് സോൾസ്, ആത്മാക്കളുടെ വിളവെടുപ്പ് നടത്തുന്നതും ഇപ്പോൾ സഭയാണ്. അപ്പൊ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കണ്ടു ഈശോ സമയമായിട്ടില്ലെന്ന് പറഞ്ഞത്. അതുപോലെ 4-ാം അധ്യായത്തിൽ, അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയോട് പറയുന്നത് നമ്മൾ കണ്ടു. മുൻപുള്ള സെന്റൻസ് 21-ാം വാക്യം, അതായത് ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. തൊട്ടടുത്ത വചനം, യഥാർത്ഥ ആരാധകര് ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുന്നു, പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അത് വന്നു കഴിഞ്ഞു. ഇനി ജനക്കൂട്ടത്തോട് ഈശോ പറയുന്നുണ്ട് 5-ാം അധ്യായത്തില്, കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പൊ അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഈ 12-ാം അധ്യായത്തിൽ പറയുന്നു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. 13-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി. 16-ാം അധ്യായത്തിൽ പറയുന്നു ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു, അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. ഇനി 17-ാം അധ്യായത്തില് പിതാവെ സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഇതെല്ലാം യേശുവിന്റെ സമയത്തെ പറ്റി പരാമർശിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ഭാഗങ്ങളാണ്. ഇനി 25-ഉം 26-ഉം വാക്യങ്ങള്, ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അതായത് നിയമാവർത്തന പുസ്തകത്തില് എഴുതിയിട്ടുണ്ട് മോശയെ പോലെ ഒരു പ്രവാചകൻ വീണ്ടും വരുമെന്ന്. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. അപ്പൊ ഇത് യേശുവിന്റെ 7th സ്റ്റേറ്റ്മെന്റ് ആണ്, സമറിയാക്കാരി സ്ത്രീയോടുള്ള 7th സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെയാണ് യേശു സ്വന്തം ഐഡന്റിറ്റി അവൾക്ക് റിവീൽ ചെയ്യണത്. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഐ ആം എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യണത്. ഇത് യാഹ്വേയുടെ വിശേഷണമാണ്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. മോശയ്ക്ക് യാഹ്വേ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനാകുന്നു അതാണ് പറഞ്ഞത്. അപ്പൊ യഹോവയെ പറ്റിയിട്ട് പഴയ നിയമത്തിലുള്ള വിശേഷണമാണ് ഐ ആം എന്നുള്ളത്. അപ്പൊ ഈശോ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈശോ മിശിഹയാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നത് ഇവിടെയും അതുപോലെ ഈശോയുടെ പീഡാനുഭവ വേളയിലുമാണ്. ഇനി ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, വിത്ത് ജീസസ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ വുമൻ? ദ വുമൻ ഹാസ് കം ഇൻ ടു ദ ലൈറ്റ്. അവൾ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. അവൾ തിരിച്ചറിയുന്നു യേശുവിനെ. ഷീ ഫൈനലി റെക്കഗ്നൈസസ് ഹു ഹാസ് ഓഫേർഡ് ഹെർ ദിസ് ലിവിംഗ് വാട്ടർ. ജീവജലം ആരാണ് അവൾക്ക് ഓഫർ ചെയ്തതെന്ന്, വാഗ്ദാനം ചെയ്തതെന്ന് അവൾ മനസ്സിലാക്കുകയാണ് ഇവിടെ. ആൻഡ് അപ്പോൾ ഈശോ അവൾക്ക് സ്വയം വെളിപ്പെടുത്തുന്നു. The last part of the challenge that Jesus made the woman in verse 10 has now been completed. ഇവിടെ ആ ചലഞ്ച് കംപ്ലീറ്റ് ആവുകയാണ്. അവൾ അതിൽ വിജയിക്കുകയാണ്. അവൾ യേശുവിനെ മനസ്സിലാക്കി, യേശു ആരാണെന്ന് മനസ്സിലാക്കി. യേശുവിനോട് ജീവജലം ചോദിക്കുന്നത് നമ്മൾ 15-ാം വാക്യത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ജീസസ് ഡിഡ് നോട്ട് അക്നോളജ് ഹിംസെൽഫ് ആസ് ദ മെസ്സയ്യ when it was offered to him by the Jews, but now accepts it from a Samaritan. അപ്പോ ഇപ്പോൾ യേശു സമറിയാക്കാരുടെ മുൻപിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, എന്നാൽ യഹൂദരുടെ മുമ്പിൽ അത് ചെയ്തില്ല. ഈ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങള്, അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ഇവിടെ അപരിചിതയായ ഒരു സ്ത്രീയോട് യേശു സംസാരിക്കുന്നു. അപ്പൊ അത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ യേശുവിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, കാരണം യേശുവിന്റെ രീതികൾ അവർക്ക് പരിചിതമായിരുന്നു. എന്നാൽ ഇത് ഒരു റിലീജിയസ് ജൂവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റം പ്രകാരം
ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. യഹൂദ പുരുഷന്മാര് അന്യ സ്ത്രീകളുമായിട്ട് പബ്ലിക്കായിട്ട് സംസാരിക്കില്ല. അതുപോലെ സമറിയാക്കാരുമായിട്ട് യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടാറില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിലാണ് ഈശോ സമറിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതും അവളോട് വെള്ളം കുടിക്കാനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഒരു റിലീജിയസ് ജൂവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അൺയൂഷ്വൽ ബിഹേവിയർ ആണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യന്മാർ ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. യേശു കസ്റ്റംസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊന്നും ശിഷ്യന്മാർ അതിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ശിഷ്യന്മാർക്ക് ഇപ്പോഴേക്കും യേശുവിന്റെ രീതികളൊക്കെ പരിചിതമായിരുന്നു. ഇനി അടുത്ത വാചകത്തില് ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. അപ്പോ കുടം അവിടെ വെച്ചിട്ട് എന്ന് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ കുടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗകിക മോഹങ്ങള്, ജഡികാഭിലാഷങ്ങള്, ലോകത്തിൻ്റെതായ കാര്യങ്ങൾ, അതിനെയാണ് കുടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുടം ഇവിടെ ഉപേക്ഷിച്ചിട്ട്, ഈ ലൗകിക മോഹങ്ങൾ, ജഡികാഭിലാഷങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, ഈ ലോകത്തെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അവള് യേശുവിന്റെ പിന്നാലെ പോകുന്നത്, യേശുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. So why do you think John includes the detail that the woman left her water jar? She has recognized that the spiritual water Jesus promises is much more valuable than the material, natural water she was going to collect in her earthen vessel. അതായത് അവള് കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന വെള്ളത്തിനേക്കാളും ഈ ജീവജലം എന്ന് പറയുന്നത് മോർ വാല്യുബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കുടം ഉപേക്ഷിച്ചിട്ട് പോയത്. Saint Augustine in his commentary on this passage suggests that the water jar is the fallen desire of man that draws pleasure from the dark wells of the world but is never satisfied for long. ഒരിക്കലും അത് യഥാർത്ഥമായ ഒരു സംതൃപ്തി തരുന്നില്ല. He compares that desire symbolized by the water jar that does not satisfy to conversion to Christ, which moves us to renounce the world. ലോകത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട് ലീവ് ബിഹൈൻഡ് ദ ഡിസയേഴ്സ് ഓഫ് അവർ എർത്തൻ വെസൽസ്, നമ്മുടെ ലൗകിക ആഗ്രഹങ്ങളെ, ലൗകിക മോഹങ്ങളെ ഉപേക്ഷിച്ച് ആൻഡ് ടു ഫോളോ എ ന്യൂ വേ ഓഫ് ലൈഫ്, ഒരു പുതിയ ജീവിതം നയിക്കാനായിട്ട്. അതാണ് ഇവിടെ സെയിന്റ് അഗസ്റ്റിൻ ഉദ്ദേശിക്കുന്നത്. അനദർ ഇന്റർപ്രിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെൽ എന്ന് പറയുന്നത് ജീസസ് തന്നെ, അതായത് ജീവജലത്തിന്റെ ഉറവയാണ് ദൈവമെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കിണറിനെ സാദൃശ്യപ്പെടുത്തുന്നത് ഈശോയോടും കുടത്തിനെ കമ്പയർ ചെയ്യണത് സമാരിറ്റൻ വുമനോടും. അങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ കൂടിയുണ്ട്. ഇനി സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം, അതാണ് ഇവിടെ ഈ വചനത്തിൽ പറയുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു. ഇതാണ് അവളുടെ സാക്ഷ്യം. അവള് ആളുകളോട് പോയിട്ട്, അവളുടെ ഗ്രാമത്തിലെ ആളുകളോട് പോയിട്ട് പറഞ്ഞത് ഇതാണ്, അവൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ. അപ്പൊ അവളുടെ ടെസ്റ്റിമണിയിലെ 3 സ്റ്റേജസ് നമുക്ക് കാണാം. ഷെയർസ് ഹെർ എക്സ്പീരിയൻസ്, ഇൻവൈറ്റ് അതേഴ്സ് ടു സീ ആൻഡ് എക്സ്പീരിയൻസ് ദ സെയിം, then make them curious to find Jesus by asking the question, could this be the Christ? അതായത് അവൾ അനുഭവിച്ച യേശുവിനെ അവൾ ഷെയർ ചെയ്ത് പങ്കുവെച്ചു. ഇനി ആ ഒരു യേശു അനുഭവത്തിലേക്ക് അവൾ മറ്റുള്ളവരെ ക്ഷണിക്കുകയാണ്. ഇവൻ തന്നെയാണോ ക്രിസ്തു എന്നുള്ള ചോദ്യത്തിലൂടെ അവരിൽ ഒരു ജിജ്ഞാസ ഉളവാക്കുകയാണ് യേശുവിനെ കണ്ടെത്താനായിട്ട്. ഇത് അവളുടെ സാക്ഷ്യത്തിന്റെ 3 തലങ്ങളാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഹാസ് ദിസ് വുമൻ കം ഫുള്ളി ഇൻ ടു ദ ലൈറ്റ്? അവൾ ശരിയായിട്ടുള്ള വെളിച്ചത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവൾ ഡിക്ലെയർ ചെയ്യല്ല ചെയ്തിരിക്കുന്നത്, ഐ ഹാവ് ഫൗണ്ട് ദ മെസ്സേജ്, അങ്ങനെ ഡിക്ലെയർ ചെയ്യല്ല ചെയ്തിരിക്കുന്നത്. കുഡ് ദിസ് ബി ദ ക്രൈസ്റ്റ്, ഒരു ചോദ്യരൂപേണയാണ് അവള് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നെയാണോ ക്രിസ്തു എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കത് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കില്ല. മുപ്പത്തൊന്നാം വചനം, 31 മുതലുള്ള വചനങ്ങള്. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി, ഭക്ഷണം കഴിച്ചാലും.
അപ്പൊ അതിനു മുൻപ് 30-ാം വചനത്തില് അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു എന്ന് പറയുന്നുണ്ട്. അതായത് സമരിയാക്കാരി യേശുവിനെ കാണാൻ വേണ്ടി പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി, ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അപ്പൊ ഇവിടെ ജനക്കൂട്ടം യേശുവിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ശിഷ്യന്മാർക്ക് യേശു ക്ഷീണിതനാണെന്ന് മനസ്സിലായിരിക്കും. യേശു വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ഉള്ളവനാണെന്ന് യേശുവിന്റെ ഹ്യൂമൻ നേച്ചർ കാണിക്കുന്ന ഒരു ഭാഗം തന്നെയാണിത്. യോഹന്നാൻ അതിനുവേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ജനക്കൂട്ടം വരുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാനായിട്ട് ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെടുകയാണ്. കാരണം ജനക്കൂട്ടം വന്നു കഴിഞ്ഞാൽ യേശു അവരുടെ കൂടെ കൂടുകയും അവരെ പഠിപ്പിക്കുകയും അവരോട് കൂടെ വളരെയേറെ സമയം ആയിരിക്കുകയും ചെയ്യും. അപ്പൊ യേശുവിന്റെ മാനുഷികമായ വിശപ്പ് അത് മാറ്റാനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശിഷ്യന്മാരിവിടെ ആവശ്യപ്പെടുകയാണ്. യേശുവിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യേശുവിനെ എപ്പോഴും നയിച്ചുകൊണ്ടിരുന്ന ഫോഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവിന്റെ ഹിതം നിറവേറ്റുക എന്നതാണ്. അതാണ് യേശുവിന്റെ ഡിവൈൻ മിഷൻ. പിതാവിന്റെ ഹിതം നിറവേറ്റുക, പിതാവിന്റെ ജോലി പൂർത്തിയാക്കുക. The will of the Father is always the driving force behind Jesus' mission. അപ്പൊ ഈ യോഹന്നാൻ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ഈശോയുടെ ഡിവൈൻ മിഷൻ. അതിന് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒട്ടേറെ സ്ഥലങ്ങളില് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനഭാഗങ്ങളാണ് നമ്മൾ ഈ ടേബിളിൽ കാണുന്നത്. Jesus was sent by the Father. His origin is in the Father. He comes down from the Father. He speaks the words of the Father. He does the will of the Father. അതായത് യേശു പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ്, പിതാവിന്റെ വചനം സംസാരിക്കുന്നവനാണ്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. ഇതൊക്കെ പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള വചനഭാഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. നമുക്കറിയാം യേശുവിന്റെ പ്രബോധന വിഷയം, ഇവിടുത്തെ മെയിൻ പ്രബോധന വിഷയം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള ആത്മാക്കളുടെ വിളവെടുപ്പാണ്. 31-ാം അടുത്ത വചനത്തില് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Look at the fields, already they are white, ready for harvest. വയലുകളിലേക്ക് നോക്കുവിൻ, അവ വിളവെടുപ്പിന് ഭാഗമായിരിക്കുന്നു എന്ന് യേശു പറയുകയാണ്. യേശു എപ്പോഴും ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത് അവരുടെ ജീവിതാവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, ചുറ്റുപാടുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈശോ എപ്പോഴും ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. അവർക്ക് പരിചിതമായ ചുറ്റുപാടുകളെ കണക്ട് ചെയ്തിട്ടാണ് ഈശോ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഇത് ഇവിടെ ഈശോ പറയുന്നത് ബോത്ത് ലിറ്ററലി ആൻഡ് സിംബോളിക്കലി ആയിരിക്കും. അപ്പൊ ലിറ്ററലി ആയിരിക്കാനായിട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞാല് ഈശോ ഈ പറയുന്ന സമയം വിളവെടുപ്പിന്റെ കാലമായിരിക്കാം. നമുക്കറിയാം ഈശോ ജെറുസലേമിൽ നിന്ന് യൂദയായിൽ നിന്നുള്ള യാത്രയാണ് ഗലീലിയിലേക്ക്. അപ്പൊ യാത്രാമധ്യയാണ് സമരിയായിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ യൂദയായിലേക്ക് യഹൂദന്മാര് ജെറുസലേമിലേക്ക് കമ്പൽസറി ആയിട്ട് പോകുന്നത് പിൽഗ്രിം ഫെസ്റ്റിവൽസിനാണ്. അപ്പൊ ഒന്നുകില് പുളിപ്പില്ലാത്തപ്പത്തിന്റെ തിരുനാളിന്, അല്ലെങ്കിൽ പെന്തക്കോസ്തയ്ക്ക്, അതായത് ആഴ്ചകളുടെ തിരുനാളിനായിരിക്കാം ഈശോ പോയിട്ടുള്ള മടക്കമായിരിക്കാം ഇത്, ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ പുളിപ്പില്ലാത്തപ്പത്തിന്റെ തിരുനാളിന്റെ സമയത്ത് തന്നെയാണ് ദ ഫെസ്റ്റിവൽ ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, അതായത് ബാർലി ഹാർവെസ്റ്റ് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് വയലുകളെല്ലാം വിളവെടുപ്പിന്, ബാർലിയുടെ വിളവെടുപ്പിന് ഭാഗമായിട്ട് നിൽക്കുന്ന സമയമായിരിക്കാം. അതല്ല ഈശോ ആഴ്ചകളുടെ തിരുനാൾ കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്നതെങ്കിൽ നമുക്കറിയാം അത് വീറ്റ് ഹാർവെസ്റ്റിന്റെ ടൈമാണ്, ഗോതമ്പിന്റെ വിളവെടുപ്പിന്റെ കാലമാണ്. അപ്പൊ ആ സമയമായിരുന്നാലും വയലുകള് വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈശോ വയലുകളിലേക്ക് ചൂണ്ടി, ലിറ്ററലി വയലുകളിലേക്ക് ചൂണ്ടി തന്നെയാണ് പറയണത്, വയലുകളിലേക്ക് നോക്കുവിൻ, അവ വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നത് കാണുവിനെന്ന്. സിംബോളിക്കലി ഇത് ഉദ്ദേശിക്കുന്നത് സമരിയാക്കാരെയാണ്. But what is it that Jesus is telling the disciples is ripe for being harvested? The Samaritan people. The Samaritans who are coming to Christ are his first harvest of souls for God's storehouse. Jesus first fruits. Jesus first fruits എന്ന് പറയുന്നത് സമരിയാക്കാരാണ്. ഈശോയ്ക്ക് ലഭിച്ച ആദ്യത്തെ ആത്മാക്കൾ എന്ന് പറയുന്നത് സമരിയാക്കാരാണ്. അപ്പൊ അവരുടെ വിളവെടുപ്പിന്റെ, അവരുടെ ആത്മാക്കളുടെ വിളവെടുപ്പ് ഭാഗമായി എന്നാണ് ഈശോയുടെ സിംബോളിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ വചനഭാഗങ്ങൾ നമുക്ക് നോക്കാം.
4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? ഇപ്പൊ ഇവിടെ 4 മാസം എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലാണ്. അതായത് വിളവെടുപ്പിന് ആവശ്യമായ സമയമാണ് ഈ 4 മാസം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. അപ്പൊ ഇപ്പോൾ തന്നെ എന്നതിവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം സമരിയാക്കാരി സ്ത്രീയിൽ പാകിയ വചനത്തിന്റെ വിത്ത് ഫലഭൂയിഷ്ടമായിട്ട് അത് ഉടനെ തന്നെ അവളുടെ ഗ്രാമവാസികളിലേക്ക് അവൾ പകർന്നു കൊടുക്കുകയാണ്. അവൾ ആദ്യത്തെ പ്രേക്ഷിതയായിട്ട് മാറുകയാണ്. അവളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവൾ അനുഭവിച്ച യേശുവിനെ അവളുടെ ഗ്രാമവാസികളിലേക്ക് പകരുകയാണ്. അപ്പൊ ആ കൊയ്ത്തിന് അപ്പോൾ തന്നെ അത് പാകമായി എന്നർത്ഥം. സമരിയാക്കാര് അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്നു. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ തന്നെ അത് വിളവിന് പാകമായിരിക്കുന്നു എന്ന്. ഇനി ഹു ആർ ദ റീപ്പേഴ്സ് ആൻഡ് ഹു ആർ ദ സോവേഴ്സ്? ഇവിടെ വിതയ്ക്കുന്നത് ആരാണ്, കൊയ്യുന്നത് ആരാണ്? വചനത്തിന്റെ വിത്ത് വിതച്ചത് നമുക്കറിയാം പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ, യേശു തന്നെയുമാണ്. എന്നാൽ കൊയ്തെടുക്കുന്നത് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരാണ്. അതാണ് ഈ വചനഭാഗങ്ങളിൽ പറയുന്നത്. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഹാർവെസ്റ്റ്, കൊയ്ത്ത് എന്നുള്ള വേർഡ് പഴയ നിയമത്തിൽ ഇത് യൂസ് ചെയ്യണത് ലാസ്റ്റ് ജഡ്ജ്മെന്റിനെ സൂചിപ്പിക്കാനാണ്. അതുപോലെ ചിന്നിച്ചിതറിപ്പോയ ഇസ്രായേൽക്കാരെ ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റിയും ഇത് സൂചിപ്പിക്കുന്നു. ഇനി പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെല്ലാം ഈ കൊയ്ത്ത് എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് ഓൺ ദ ലാസ്റ്റ് ഡേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തില് കൊയ്ത്ത് എന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് നടക്കുന്ന വിളവെടുപ്പാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ സമരിയായിലെ ദൗത്യം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് നടക്കുന്നത്. എന്നാൽ സമാന്തര സുവിശേഷങ്ങളിലെല്ലാം സമരിയായിലെ പ്രേക്ഷിത ദൗത്യം നടക്കുന്നത് യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. ഇപ്പൊ നമ്മൾ പിൽഗ്രിം ഫെസ്റ്റിവൽസിനെ പറ്റിയിട്ട് നമ്മൾ പരാമർശിച്ചു. നമുക്കറിയാം ഇസ്രായേൽക്കാർക്ക് 7 സേക്രഡ് ഫെസ്റ്റിവൽസ് ആണുള്ളത്. അതിൽ 3 പിൽഗ്രിം ഫെസ്റ്റിവൽസ് ആണ്. ഒന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാള്, ഇനി ഒന്ന് ആഴ്ചകളുടെ തിരുനാള് അല്ലെങ്കിൽ പെന്റക്കോസ്റ്റ്, പിന്നെ ഒന്ന് കൂടാര തിരുനാൾ. ഈ 3 തിരുനാളുകളാണ് പിൽഗ്രിം ഫീസ്റ്റ്. ഈ 3 തിരുനാളുകൾക്കാണ് കമ്പൽസറി ആയിട്ട് യഹൂദര് ജെറുസലേമിലേക്ക് വന്ന് ഒത്തുകൂടേണ്ടത്. പിന്നെ അതിനുശേഷം വേറെ 4 തിരുനാളുകൾ കൂടിയുണ്ട്. അങ്ങനെ 7 സേക്രഡ് ഫെസ്റ്റിവൽസ് ആണ് ഇസ്രായേൽക്കാർക്കുള്ളത്. ഈ പിൽഗ്രിം ഫെസ്റ്റിവൽസിനൊക്കെ ജെറുസലേമിൽ ഒത്തുകൂടുമ്പോൾ അവരുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഓരോ തിരുനാളിന്റെയും നേച്ചറിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റീഡിങ്സ് ഉണ്ട്, പ്രയേഴ്സ്, സ്പെഷ്യൽ പ്രയേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇതില് പെസഹായുടെ ടൈമില് സോങ് ഓഫ് സോളമൻ, പെന്റക്കോസ്റ്റിന്റെ ടൈമില് ബുക്ക് ഓഫ് റൂത്ത്, ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത്സിന്റെ ടൈമിൽ അതായത് കൂടാര തിരുനാളിന്റെ സമയത്ത് എക്ലേസിയാസ്റ്റിസ്, അങ്ങനെ പല റീഡിങ്സ് ആണ് അവർ വായിക്കുക. അപ്പൊ ഇതൊക്കെ പല പ്രത്യേകതകള് ഓരോ ഫെസ്റ്റിവലിന്റെ നേച്ചറിനനുസരിച്ചുണ്ട്. ഈ ഫെസ്റ്റിവൽസിനെ പറ്റിയിട്ട് നമ്മൾ പഴയ ചാപ്റ്ററുകളിലൊക്കെ കുറെ കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാം. നിയമാവർത്തനം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ പുരുഷന്മാരൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും, അതായത് ഫെസ്റ്റിവൽ ഓഫ് വീക്സ്, കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ വരണം എന്നുള്ളത്. അത് നിയമാവർത്തന പുസ്തകത്തിൽ അതേമാതിരി പുറപ്പാടിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ യഹൂദര് ഈ 3 പെരുന്നാളുകൾക്കാണ് ജെറുസലേമില് ഒത്തുകൂടാറുള്ളത്. പിന്നെ 7 സേക്രഡ് ഫീസ്റ്റ്സ്, ഒന്ന് പെസഹ, പാസ് ഓവർ, അതായത് അവരുടെ ലിറ്റർജിക്കൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഉത്സവത്തോട് കൂടിയിട്ടാണ്, അതായത് പാസ് ഓവറിനോട് കൂടിയിട്ട്. സിഗ്നിഫൈഡ് ദ റിഡംഷൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ രക്ഷയെ കാണിക്കുന്നു. അതായത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് അനുസ്മരിപ്പിക്കുന്നതാണിത്.
റിമെമ്പറിങ് ഇസ്രായേൽസ് ഡെലിവറൻസ് ഫ്രം ഡെത്ത്, ദ 10th പ്ലേഗ്. അത് നമുക്കറിയാം, ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ വധിക്കാനായിട്ടുള്ള ദൈവത്തിന്റെ തീരുമാനം. അപ്പൊ അതിൽ നിന്ന് ഇസ്രായേൽക്കാർ രക്ഷപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മ പുതുക്കലാണിത്. ഇനി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാള് 7-day ഫീസ്റ്റ് ആണ്. സിഗ്നിഫൈസ് ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി ഇസ്രായേൽ. ഇസ്രായേലിന്റെ വിശുദ്ധീകരണമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പം മാത്രമാണ് ഈ തിരുനാളിന് ഭക്ഷിക്കാനായിട്ട് അനുമതി. പുളിപ്പുള്ള അപ്പം കഴിക്കുന്നത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് പാപമാണ് കഴിക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നതിന്റെ സാങ്കത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ പുറപ്പാടിന് പെസഹ ആചരിക്കുമ്പോൾ മാവ് പുളിക്കാനുള്ള സമയം കൂടിയില്ല. അവര് അത്രയും തിടുക്കത്തിൽ പെസഹ ഭക്ഷിക്കുകയാണ്. അപ്പൊ അവരുടെ ആ തിടുക്കം, അർജൻസി കാണിക്കാനായിട്ട്. അതുപോലെ ഈജിപ്തിലെ അവരനുഭവിച്ച അടിമത്തത്തിന്റെ യാതനകളുടെ ഓർമ്മപ്പെടുത്തല്, അതൊക്കെയാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുതിയ നിയമത്തില് ഇത് നമ്മുടെ ലാസ്റ്റ് സപ്പറിനെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഫെസ്റ്റിവൽ ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, അത് ബാർലി ഹാർവസ്റ്റ് ആണ്. സിഗ്നിഫൈഡ് ദി റിസറക്ഷൻ ഓഫ് ഇസ്രായേൽ ആസ് എ ഫ്രീ പീപ്പിൾ. ഇത് കാനാൻ ദേശത്ത് ദൈവം അവർക്ക് നൽകുന്ന സമൃദ്ധിയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ ഇത് റിസറക്ഷൻ സൺഡേയെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഫെസ്റ്റിവൽ ഓഫ് വീക്സ്, ആഴ്ചകളുടെ തിരുനാൾ അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം 50th ഡേ എന്നാണ്. അതായത് ചെങ്കടൽ കടന്ന് 50-ാം ദിവസം അവർ സീനായിൽ എത്തിച്ചേരുകയും മോശ വഴിയായിട്ട് യഹോവയിൽ നിന്ന് സീനായി ഉടമ്പടി അവർ കൈപ്പറ്റുകയും ചെയ്തത്, ഈ നിയമങ്ങൾ സ്വീകരിച്ചത്. അതിന്റെ ഓർമ്മയാണ് ഈ ഫെസ്റ്റിവൽ ഓഫ് വീക്സ്. ഇനാഗ്രേഷൻ ഓഫ് ഇസ്രായേൽ ആസ് എ കവനന്റ് പീപ്പിൾ ഓഫ് യാഹ്വേ. അതുപോലെ ഇത് വീറ്റ് ഫെസ്റ്റിവൽ ആണ്, വീറ്റ് ഹാർവസ്റ്റ് ആണ്, അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഇത് വീറ്റ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫർ ചെയ്യണു. 2 loaves ഓഫ് ബ്രെഡ് മെയ്ഡ് ഫ്രം ന്യൂ വീറ്റ്, അതും ഓഫർ ചെയ്യണു. അതുമാതിരി സിനഗോഗൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണു. അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആണല്ലോ. ഇത് ന്യൂ ടെസ്റ്റമെന്റിൽ ഇത് ബർത്ത് ഓഫ് ന്യൂ കവനന്റ് ചർച്ച്, അതായത് നമുക്കറിയാം പെന്തക്കോസ്താ ദിവസത്തിലാണ് സഭ സ്ഥാപിതമായത്, അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പുതിയ നിയമത്തില്. പിന്നെയുള്ള ഫെസ്റ്റിവൽസ് ട്രംഫെറ്റ്സ്, സിഗ്നിഫൈഡ് ദ കോളിംഗ് ഇസ്രായേൽ ടു ജഡ്ജ്മെന്റ്, എ സേക്രഡ് അസംബ്ലി ആൻഡ് എ ഡേ ഓഫ് റെസ്റ്റ് സെലിബ്രേറ്റഡ് വിത്ത് ട്രംഫെറ്റ് ബ്ലാസ്റ്റ്സ് ആൻഡ് സാക്രിഫൈസസ്. ഇത് ന്യൂ ടെസ്റ്റമെന്റില് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. അതുപോലെ ഡേ ഓഫ് അറ്റോൺമെന്റ് സിഗ്നിഫൈഡ് ദ അറ്റോൺമെന്റ് ഓഫ് ദി കവനന്റ് പീപ്പിൾ, എ ഡേ ഓഫ് റെസ്റ്റ്, ഫാസ്റ്റിംഗ് ആൻഡ് സാക്രിഫൈസസ് ഓഫ് അറ്റോൺമെന്റ്. ഇനി കൂടാര തിരുനാളാണ് അടുത്തത്. അതൊരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ആണ്. കൂടാരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്, എന്നിട്ട് ഓഫറിങ്സ് ചെയ്യാണ്. അതായത് മരുഭൂമിയിൽ അവർ കൂടാരങ്ങളിൽ പാർത്തതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇസ്രായേലും ദൈവവും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തലുമാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ ക്രിയേഷൻ ഓഫ് ന്യൂ ഹെവൻ ആൻഡ് എർത്ത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ ഫെസ്റ്റിവൽസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തത്. ഈ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങള്. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവന്റെ അടുത്തു വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അപ്പൊ യേശു അവരുടെ കൂടെ 2 ദിവസം താമസിച്ചു. അവന്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ യേശു സമരിയാക്കാരുടെ കൂടെ 2 ദിവസം താമസിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോ ആ 2 ദിവസം യേശു അവരുടെ കൂടെ താമസിച്ചു. അവർ യേശുവിനെ ശ്രവിച്ചു, യേശുവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് യേശുവിനെ ശ്രവിച്ചു, യേശുവിനെ അവരെ അനുഭവിച്ചു, യഥാർത്ഥ ജീവിതത്തിൽ അവർ അനുഭവിച്ചു. അപ്പൊ ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. അതുപോലെ ഒരു ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് അവിടെ രൂപപ്പെടുകയാണ്. യേശുവിനോടൊത്ത് താമസിച്ച് യേശുവിന്റെ വചനം ശ്രവിച്ച് അങ്ങനെയാണ് അവർ യേശുവിൽ ശിഷ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ പറയണത്, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ യേശുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന്. അപ്പൊ യഥാർത്ഥ വിശ്വാസത്തിലേക്കാണ് സമരിയാക്കാര് കടന്നു വരുന്നത്.
ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിൽ മാത്രമല്ല അവർ വിശ്വസിക്കുന്നത്, അവർ അനുഭവിച്ചറിഞ്ഞ് വിശ്വസിക്കുകയാണ്. ഇനി ഈ സമയം വീണ്ടും 6 PM ആണ് ഈ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിന്റെ അവസാനം അടുത്ത ദിവസത്തിന്റെ ആരംഭമാണ്. അപ്പൊ ആ ഒരു സിംബോളിസം വെച്ച് നോക്കുകയാണെങ്കിൽ ദ റെവലേഷൻ ഓഫ് ദ മെസ്സയ്യ came to these people ഈ സമയത്താണ്, അതായത് ഒരു ദിവസത്തിന്റെ അവസാനത്തില് അടുത്ത ദിവസത്തിന്റെ ആരംഭത്തില്. It was the end of their rejection and a new beginning in their relationship with Yahweh. അതായത് അവരുടെ തിരസ്കരണത്തിന്റെ അവസാനം, അത് അവരുടെ പുതിയ ജീവിതത്തിന്റെ ആരംഭം, അങ്ങനെ അതിനെ സിംബിളൈസ് ചെയ്യാണ്. ഇനി ഇവിടെ പറയുന്നുണ്ട് സമരിയാക്കാര് യേശുവിനെ യഥാർത്ഥ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കിയെന്ന്. The savior of the world. The Samaritans are the first to recognize that the salvation Jesus is offering is for all the nations of the world. രക്ഷ യഹൂദരിൽ നിന്നാണെന്ന് നമ്മൾ കണ്ടു. സാൽവേഷൻ ഈസ് ഫ്രം ജ്യൂസ്. രക്ഷ യഹൂദരിൽ നിന്നാണ്, എന്നാൽ അത് യഹൂദർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകം മുഴുവനിലുമുള്ള ജനതയ്ക്കാണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് സമരിയാക്കാരാണ്. അപ്പൊ അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സേവിയർ ഓഫ് ദ വേൾഡ് എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് സമരിയാക്കാരാണ്. ഇനി യേശു യഥാർത്ഥ ലോകരക്ഷകൻ എന്ന് യോഹന്നാൻ തന്റെ രചനകളില് വളരെയേറെ പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതിന് പ്രാധാന്യം, ലോകരക്ഷകൻ എന്നുള്ള ആ കോൺസെപ്റ്റിന് യോഹന്നാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ യോഹന്നാൻ 1 യോഹന്നാൻ 2:2 നമുക്ക് കാണാം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അതുപോലെ 1 യോഹന്നാൻ 4:14 പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. ലോകരക്ഷിതാവ്, യഥാർത്ഥ ലോകരക്ഷകൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യാഹ്വയെ സേവിയർ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ രക്ഷകനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ യേശു ലോകരക്ഷകനാണെന്നുള്ള സന്ദേശം നമുക്ക് സമരിയാക്കാരിലൂടെ തരികയാണ്. ഇനി ചാപ്റ്റർ 3 നിക്കോദെമസിനെയും ഇവിടെ ചാപ്റ്റർ 4 സമാരിറ്റൻ വുമനെയും കമ്പയർ ചെയ്യാണ് ഇവിടെ. നമുക്കൊന്ന് നോക്കാം. നിക്കോദെമസ് നമുക്കറിയാം ഫ്രം ദ ലാൻഡ് ഓഫ് ജൂദ, എന്നാൽ സമരിയാക്കാരി സ്ത്രീ ഫ്രം ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ. നിക്കോദെമസ് സിറ്റിസൺ ഓഫ് ജെറൂസലേം, ദ സിറ്റി ഓഫ് ദി ട്രൂ ഫെയ്ത്ത് ഓഫ് ദി കവനന്റ്. എന്നാൽ സമാരിറ്റൻ വുമൻ സിറ്റിസൺ ഓഫ് ഷെക്കേം. ഷെക്കേം നമുക്കറിയാം എ സിറ്റി കണക്റ്റഡ് ടു ദ കവനന്റ് ബട്ട് ഓൾസോ വിത്ത് വയലൻസ് ആൻഡ് ബിട്രയൽ ആൻഡ് ഫോൾസ് വർഷിപ്പ്. ഇനി നിക്കോദെമസ് ഫരിസേയനാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, യഹൂദനാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനാണ് എന്നൊക്കെ നാം കണ്ടു. എന്നാൽ സമറിയാക്കാരി സ്ത്രീ ആകട്ടെ സങ്കര ജനതയിൽപ്പെട്ടതാണ്, അതുപോലെ അസന്മാർഗിക ജീവിതം നയിക്കുന്നവളാണ്, മിക്സഡ് ബ്രീഡ് ആൻഡ് അഡൾട്ടറസ് ഫീമെയിൽ. നിക്കോദെമസിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും പ്രവാചകന്മാരും അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എന്നാൽ സമറിയാക്കാരി സ്ത്രീ പഞ്ചഗ്രന്ഥം മാത്രം ഫോളോ ചെയ്തിരുന്നത് കൊണ്ട് അവളുടെ അറിവ് അപൂർണമായിരുന്നു. നിക്കോദെമസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഓൾഡ് കവനന്റ് പീപ്പിൾ, സമറിയാക്കാരി സ്ത്രീ റെപ്രസെന്റേറ്റീവ് ഓഫ് എ പീപ്പിൾ നോ ലോങ്ങർ ഇൻ കവനന്റ് വിത്ത് ഗോഡ്. അവരിപ്പോൾ ഉടമ്പടിയിലല്ല, ഉടമ്പടിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഉടമ്പടിയിലല്ല. നിക്കോദെമസിനാകട്ടെ കനോട്ട് റെക്കഗ്നൈസ് ദ മെസ്സയ്യ, എന്നാൽ സമറിയാക്കാരി സ്ത്രീ അവളുടെ പാപങ്ങൾ അവൾ ഏറ്റുപറയുന്നു. ഷീ റിസീവ്സ് ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് റെക്കഗ്നൈസ് ദ മെസ്സയ്യ. ഇതാണ് ഇവർ തമ്മിലുള്ള കമ്പാരിസൺ, ഇവർ തമ്മിലുള്ള ഡിഫറൻസസ്. ഇൻ ചാപ്റ്റർ 4 ത്രൂ ദ സമാരിറ്റൻ വുമൻ ജീസസ് ദ ബ്രൈഡ്ഗ്രൂം ഈസ് സ്പീക്കിംഗ് ടു ഹിസ് ബിലവഡ് ഇസ്രായേൽ ആൻഡ് കോളിംഗ് ഹെർ ബാക്ക് ഇൻ ടു എ കവനന്റ് റിലേഷൻഷിപ്പ്. അവളെ വീണ്ടും ആ ഉടമ്പടിയിലേക്ക് തിരികെ വിളിക്കുകയാണ്. അപ്പൊ ചാപ്റ്റർ 4 യേശുവിന്റെ സമരിയായിലെ ദൗത്യം ഇവിടെ അവസാനിക്കുകയാണ്. സമരിയാക്കാര് യേശുവിൽ വിശ്വസിച്ച് യേശു ലോകരക്ഷകനാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് യേശുവിന്റെ ഗലീലിയിലെ പ്രേക്ഷിത ദൗത്യമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.
താങ്ക് യു.